Okay, here page number 92, discuss and tell. That play we already read that play, how we want to play that game. So, how many children could recognize the others by touching? അതായത് എത്ര കുട്ടികൾ മറ്റുള്ളവരെ ടച്ച് ചെയ്ത് അവരെ തിരിച്ചറിഞ്ഞു? How many children could recognize the other children by only hearing them? അവരെ കേട്ടുകൊണ്ട്, അവരെ സൗണ്ട് കേട്ടുകൊണ്ട് മാത്രം എത്ര കുട്ടികൾ അവരെ തിരിച്ചറിഞ്ഞു? Which was the easier or two of the two? ഇതിൽ സൗണ്ട് കേട്ടുകൊണ്ട് ആളുകളെ തിരിച്ചറിയുന്നതാണോ ടച്ച് ചെയ്തുകൊണ്ട് ആളുകളെ തിരിച്ചറിയുന്ന ഈ രണ്ട് വഴികളിൽ ഏതാണ് ഏറ്റവും എളുപ്പം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ഹിയർ. ദെൻ ടച്ച് ആൻഡ് ടെൽ ഹൗ മെനി ടീത്ത് ആർ ദർ ഇൻ യുവർ മൗത്ത്. വിച്ച് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹാവ് മാക്സിമം നമ്പർ ഓഫ് ടീത്ത്. അതായത് ടച്ച് ആൻഡ് ടെൽ, നിങ്ങൾ ടച്ച് ചെയ്തിട്ട് നിങ്ങളുടെ വായിൽ എത്ര പല്ലുകളുണ്ട് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വിച്ച് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹാവ് ദ മാക്സിമം നമ്പർ ഓഫ് ടീത്ത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് ടീത്ത് ഉള്ള കുട്ടി ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി തിങ്സ് ക്യാൻ യു റെക്കഗ്നൈസ് ഓൺലി ബൈ ടച്ചിങ്. ദിസ് വൺ വർക്ക് ഫോർ യു. ഹൗ മെനി തിങ്സ്, എത്ര സാധനങ്ങൾ നിങ്ങൾക്ക് ടച്ചിങ്ങിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഏതെല്ലാം സാധനങ്ങളാണ് നിങ്ങൾക്ക് തൊട്ടു നോക്കി തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ. വാട്ട് സൗണ്ട്സ് ക്യാൻ യു ഹിയർ. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ലിസൺ ചെയ്യുക. ദെൻ വാട്ട് സൗണ്ട്സ് ക്യാൻ യു ഹിയർ, നിങ്ങൾ എന്തെല്ലാം ശബ്ദങ്ങളാണ് കേൾക്കുന്നത്? വിച്ച് പീപ്പിൾ ക്യാൻ യു ഐഡൻറ്റിഫൈ ഫ്രം ദ സൗണ്ട് ദേ മേക്ക് ആസ് ദേ മൂവ്. അവർ നടന്നു പോകുമ്പോഴോ അവർ മൂവ് ചെയ്യുമ്പോൾ ഏതെല്ലാം ആളുകളെയാണ് നിങ്ങൾക്ക് അവരുടെ സൗണ്ടിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? ബൈ ജസ്റ്റ് സ്മെല്ലിംഗ് ക്യാൻ യു ഗസ് ഇഫ് ഇറ്റ് സംവൺ ക്ലോസ് ടു യു. സ്മെല്ലിലൂടെ, അവരുടെ സ്മെല്ലിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളടുത്ത് വന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ there is a special way of reading and writing for people who cannot see. It is called braille. എന്താണ്? കണ്ണ് കാണാത്തവർക്കായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വായനയും എഴുത്തും ഒക്കെ ഉണ്ട്. കണ്ണ് കാണാത്ത ആളുകൾക്കായി പ്രത്യേകം ഉള്ളതാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിലി എന്ന്. ബ്രെയിലി എന്നാണ് ആ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര്, കണ്ണ് കാണാത്തവർക്ക് മാത്രമായിട്ടുള്ളത്. ഇറ്റ് ഈസ് റിട്ടൺ ഓൺ എ തിക്ക് പേപ്പർ ബൈ മേക്കിംഗ് എ റോ ഓഫ് റേസ്ഡ് പോയിൻറ്റ്സ് വിത്ത് എ പോയിൻറ്റഡ് ടൂൾ. എന്താണ്? അതൊരു തിക്കായിട്ടുള്ളൊരു പേപ്പറിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ അതിൻ്റെ ഓരോ വരികളും എന്ന് പറയുന്നത് ഇങ്ങനെ റേസ്ഡ്, പൊന്തി നിൽക്കുന്ന ഒരു തരം പോയിൻറ്റ്സ്, ഡോട്ട്സ് ആയിരിക്കും. ഇറ്റ്സ് എ പോയിൻറ്റഡ് ടൂൾ. അതൊരു പോയിൻറ്റഡ് ടൂൾ പോലെ നിറയെ പോയിൻറ്റ്. Braille is read by running the fingers on the raised dots. ഓക്കെ, ബ്രെയിൻലി എന്ന ആ സ്ക്രിപ്റ്റ് വായിക്കുന്നത് എന്താണ്? ഫിംഗേഴ്സ് ആ ഡോട്ട്സിലൂടെ, പൊന്തി നിൽക്കുന്ന ഡോട്ട്സിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടാണ് എന്ത് വായിക്കുന്നത്? ബ്രെയിൻലി സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ലെറ്റ് us see whether it is difficult or easy to recognize a shape without seeing it. കാണാതെ നമുക്കൊരു ഷേപ്പിനെ തിരിച്ചറിയാൻ ഇറ്റ്സ് ഈസി ഓർ ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടായിരിക്കുമോ എളുപ്പമായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ടേക്ക് എ ഷീറ്റ് ഓഫ് സാൻഡ് പേപ്പർ. ഒരു സാൻഡ് പേപ്പറിൻ്റെ ഷീറ്റ് എടുക്കുക. മേക്ക് എ ഷേപ്പ് ഓൺ ഇറ്റ് ബൈ പ്രസ്സിങ് എ പീസ് ഓഫ് തിക്ക് വൂൾ ഓർ തിക്ക് ത്രെഡ് ഓൺ ഇറ്റ്. അതായത് ഒരു ഷേപ്പ് ഉണ്ടാക്കുക. ഒരു ഷേപ്പ് ഉണ്ടാക്കി വൂള് കൊണ്ടോ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള നൂല് കൊണ്ടോ ആ സാൻഡ് പേപ്പറിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി പ്രസ് ചെയ്ത് വെക്കുക, ഒട്ടിച്ച് വെക്കുക. ആസ്ക് യുവർ ഫ്രണ്ട് ടു ക്ലോസ് ഹെർ ഓർ ഹിസ് ഐസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ബൈ റണ്ണിങ് ഹെർ ഓർ ഹിസ് ഫിംഗർ ഓൺ ദ ഷീറ്റ്. അതിനുശേഷം കണ്ണ് കെട്ടിയതിന് ശേഷം, കണ്ണടച്ചതിന് ശേഷം ആ ഷേപ്പ്, നിങ്ങൾ ഉണ്ടാക്കിയ ആ ഷേപ്പിൻ്റെ മുകളിലൂടെ അവരുടെ ഫിംഗർ ഒന്ന് ഓടിച്ചു നോക്കാൻ പറയുക. എന്നിട്ട് ആസ്ക് യുവർ ഫ്രണ്ട്സ് വാസ് ഇറ്റ് ഈസി ഓർ ഡിഫിക്കൽട്ട്. എന്നിട്ട് നിങ്ങൾക്കത് എന്താണ് ആ ഷേപ്പ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ, ഇത് എളുപ്പമാണോ, ഈ ഡിഫിക്കൽട്ടാണോ, ബുദ്ധിമുട്ടാണോ എന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ്ക് യുവർ ഫ്രണ്ട് ടു മേക്ക് എ ഷേപ്പ് ഓൺ ദ സാൻഡ് പേപ്പർ ഓൺ ദ സിമിലർ വേ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് സെയിം ഇതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നൗ യു ഐഡൻറ്റിഫൈ ഇറ്റ് ബൈ ഫീലിംഗ് വിത്ത് യുവർ ഫിംഗേഴ്സ്. ദെൻ യു ക്യാൻ ഫീൽ യുവർ ഫിംഗേഴ്സ്. നിങ്ങൾ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊന്ന് തൊട്ട് നോക്കി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ടേക്ക് എ തിക്ക് പീസ് ഓഫ് പേപ്പർ, മേക്ക് ആൻ ഔട്ട്ലൈൻ ഓൺ ദ പേപ്പർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോമ്പസ് ഓർ നീഡിൽ.
ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുത്ത് അതിലൊരു ഔട്ട്ലൈൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പസ് വെച്ചിട്ടോ നീഡിൽ വെച്ചിട്ടൊക്കെ ഔട്ട്ലൈൻ കൊടുക്കുക. മേക്ക് ഡോട്ട്സ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺ ദ ഔട്ട്ലൈൻ ഡ്രോൺ. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിനെ ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുക. ദെൻ യു ക്യാൻ സീ ദാറ്റ് പേപ്പർ ഈസ് റേസ്ഡ് ഓൺ ദ അതർ സൈഡ്. കോമ്പസ് വെച്ചോ നീഡിൽസ് വെച്ചോ നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പറിന് അങ്ങനെ ഔട്ട്ലൈനിൽ കുത്തി കുത്തി കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ കുത്തി കുത്തി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പസ് വെച്ച് നീഡിൽസ് വെച്ച് നമുക്കങ്ങനെ ഡോട്ട്സ് ഓട്ടകൾ ഉണ്ടാക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിലെ സൈഡ് എന്തിരിക്കും? റൈസ്ഡ് ഓൺ ദ അതർ സൈഡ്, പൊന്തിയിരിക്കും. ഇങ്ങനെ നമ്മൾ ഈ ഡോട്ട് ഉണ്ടാക്കിയ ഭാഗം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. നൗ ആസ്ക് യുവർ ഫ്രണ്ട് ടു ക്ലോസ് ഹിസ് ഓർ ഹെർ ഐസ് ആൻഡ് ഫീൽ വിത്ത് ദ ഫിംഗേഴ്സ് ടു ടെൽ വാട്ട് യു ഹാവ് ഔട്ട്ലൈൻഡ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാം, നിങ്ങൾ എന്താണ് ഔട്ട്ലൈന് വരച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാം. ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട്? ഇത് ബുദ്ധിമുട്ടാണോ? തിങ്ക് അബൌട്ട് ഹൗ ദ പീപ്പിൾ കനോട്ട് സീ ആർ ഏബിൾ ടു റീഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും കണ്ണ് കാണാത്ത ആളുകൾ ഇങ്ങനെയുള്ള ബ്രെയിലി സ്ക്രിപ്റ്റിൽ എങ്ങനെയായിരിക്കും ആളുകൾ വിരലുകൾ ഓടിച്ചുകൊണ്ട് വായിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. സോ നെക്സ്റ്റ് ലെറ്റ് us ലേൺ അബൌട്ട് ബ്രെയിൻലി സ്ക്രിപ്റ്റിനെ കുറിച്ച് കൂടുതലൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് us ലേൺ അബൌട്ട് ബ്രെയിൻലി സ്ക്രിപ്റ്റ്, അതായത് കണ്ണ് കാണാത്ത ആളുകൾ പഠിക്കുന്ന ആ അക്ഷരങ്ങളെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. യു ഹാവ് സീൻ ദാറ്റ് രവി ഭയ്യ റീഡ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബുക്ക്. We already seen now Ravi Bhaiya read and study different types of very thick pages books. And how were these books made? എവിടെയായിരിക്കാം ഇത് ഉണ്ടാക്കുന്നത്? Who first thought of these books? ആരായിരിക്കും ഈ ബുക്സിനെ കുറിച്ച് ആദ്യമായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? Let's find out about it. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. This is the Braille script. അതായത് കണ്ണ് കാണാത്ത ആളുകൾ പഠിക്കുന്ന ആ സ്ക്രിപ്റ്റാണിത്. ഇറ്റ്സ് എ സ്പെഷ്യൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫോർ പീപ്പിൾ ഹു കനോട്ട് സീ. ഇറ്റ് ഈസ് കോൾഡ് ബ്രെയിലി. ഇറ്റ് ഈസ് റിട്ടൺ ഓൺ എ തിക്ക് പേപ്പർ ബൈ മേക്കിംഗ് എ റോ ഓഫ് റേസ്ഡ് പോയിൻറ്റ്സ് ആണ്. ലുക്ക്, ദിസ് ഇസ് ദാറ്റ് റേസ്ഡ് പോയിൻറ്റ്സ്, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സൈസ് പോയിൻറ്റ്സ്. എ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു റേസ്ഡ് പോയിൻറ്റ്. ബി 2 റേസ്ഡ് പോയിൻറ്റ്സ്. സി ലൈക്ക് ദീസ് 2 റേസ്ഡ് പോയിൻറ്റ്സ്. ഇതൊക്കെയാണ് അവർ ABCD അക്ഷരങ്ങളാണ്. ഇത് ബ്രെയിൻലി സ്ക്രിപ്റ്റിലെ ABCD ലെറ്റേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് A and B, C, D, E. Like that Z and 1, 2, 3 also, and some words also in Braille script. അവരെ വേർഡ്സും എല്ലാം ഈ അക്ഷരങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന റേസ്ഡ് പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും അവരെ ബ്രെയിലി സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ലൂയിസ് ബ്രെയിലി ബിലോങ് ടു ഫ്രാൻസ്. ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന ആൾ ഫ്രാൻസിലായിരിക്കുമ്പോൾ വൺ ഡേ വെൻ ഹി വാസ് 3 years old, he was playing with his father's tools. ലൂയിസ് ബ്രെയിലി എന്ന ആൾ 3 വയസ്സായിരിക്കുമ്പോൾ ഹീസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫാദേഴ്സ് ടൂള്, ഫാദറിൻ്റെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. സഡൻലി എ പോയിൻറ്റഡ് ടൂൾ ഹർട്ട് ഹിസ് ഐസ്. പെട്ടെന്നാണ് അതിൽ പോയിൻറ്റഡ് കൂർത്ത ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അത് അയാളുടെ കണ്ണിൽ വന്ന് തറച്ചു. ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. അങ്ങനെ അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹി ഹാഡ് കീൻ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡീസ്. പക്ഷേ അയാൾക്ക് പഠനത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. ഹി കെപ്റ്റ് തിങ്കിങ് ഓഫ് ഡിഫറെൻറ്റ് വേസ് ടു റീഡ് ആൻഡ് റൈറ്റ്. അങ്ങനെ അയാൾ ഒന്നും കൈവിടാൻ തീരുമാനിച്ചില്ല. പക്ഷേ അയാൾക്ക് ഒരുപാട് ആലോചിച്ച് കൊണ്ടിരുന്നു. എങ്ങനെയാണ് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, വായിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഒക്കെ കാഴ്ച വേണം അല്ലേ? അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ വ്യത്യസ്തമായ എഴുതാനും വായിക്കാനുള്ള പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ഫൈനലി ഹി ഫൗണ്ട് എ വേ. അങ്ങനെ അയാൾ അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. റീഡിങ് ബൈ ടച്ചിങ് ആൻഡ് ഫീലിംഗ്. തൊട്ടുകൊണ്ട് പഠിക്കുക, വിരലുകൾ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് പഠിക്കുക. ദിസ് വേ ഓർ റീഡിങ് ലേറ്റർ കം ടു ബി നോൺ ആസ് ബ്രെയിൻലി സ്ക്രിപ്റ്റ്. ഈ വഴിയാണ് അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അയാൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ്. ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേക അക്ഷരങ്ങൾക്ക് പ്രത്യേക രീതിയിലുള്ള ഓരോ സിമ്പിൾസ് നൽകിക്കൊണ്ടുള്ള പഠനം. ആ രീതിയാണ് പിന്നീട് ബ്രെയിൻലി സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതായത് കണ്ണ് കാണാത്ത ആളുകൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടത്
ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. ലൂയിസ് ബ്രെയിലിയാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് പേര് വരാൻ കാരണം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് എ റോ ഓഫ് റേസ്ഡ് ഡോട്ട്സ് ആർ മെയ്ഡ് ഓൺ എ തിക്ക് പേപ്പർ. അതായത് ഈ ടൈപ്പ് സ്ക്രിപ്റ്റ്, ഈ ലിപി എങ്ങനെയായിരിക്കും? എ റോ ഓഫ് റേസ്ഡ് ഡോട്ട്സ് ആർ മെയ്ഡ് ഓൺ എ തിക്ക് പേപ്പർ. ഒരു കട്ടിയുള്ള പേപ്പറിൽ പൊന്തി നിൽക്കുന്ന ഒരു തരം ഡോട്ട്സ്. ബിക്കോസ് ദീസ് ഡോട്ട്സ് ആർ റേസ്ഡ് ദേ ക്യാൻ ബി റീഡ് ബൈ റണ്ണിങ് ദ ഫിംഗേഴ്സ് ഓൺ ദം. അതിൻ്റെ മുകളിലൂടെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചാൽ അവർക്കത് വായിക്കാൻ കഴിയും. ദിസ് സ്ക്രിപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ 6 points. 6 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ദ ബ്രെയിലി സ്ക്രിപ്റ്റ് ഹാസ് അണ്ടർഗോൺ മെനി ചേഞ്ചസ് ദീസ് ഡേയ്സ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പഴയ ബ്രെയിലി സ്ക്രിപ്റ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾക്ക്, ഇന്നത്തെ ബ്രെയിലി സ്ക്രിപ്റ്റ് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദീസ് ഹാസ് മെയ്ഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സിംപ്ലർ. കണ്ണ് കാണാത്ത ആളുകൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചത്. ബ്രെയിലി ക്യാൻ നൗ ആൾസോ ബി റിട്ടൺ യൂസിങ് ദ കമ്പ്യൂട്ടർ. ബ്രെയിലി ഇപ്പോഴും ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് പിക്ചർ ഓഫ് ബ്രെയിലി സ്ക്രിപ്റ്റ്. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, ദിസ് ഈസ് ബ്രെയിലി സ്ക്രിപ്റ്റ്. ഇതാണ് ബ്രെയിലി സ്ക്രിപ്റ്റ്. You just listen that picture. There is a raised dots, raised points, no? Yes, ഉയർന്നു നിൽക്കുന്ന അങ്ങനെ പോയിന്റ്സിനെ കാണുന്നുണ്ട് അല്ലേ? അതാണ് ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. വിരലുകൾ വെച്ച് അവർ വായിക്കുന്നത്. ലുക്ക്, യെസ്, വിരലുകൾ അത് മുകളിലൂടെ ഓടിച്ചുകൊണ്ടാണ് അവരത് വായിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ദിസ് ഈസ് ലൂയിസ് ബ്രെയിലി. ലൂയിസ് ബ്രെയിലി is invented ബ്രെയിലി സ്ക്രിപ്റ്റ്. ബ്രെയിലി സ്ക്രിപ്റ്റ് ഇൻവെൻറ്റ് ചെയ്ത ആളാണ് ലൂയിസ് ബ്രെയിലി. is born January 4, 1809 and he died January 6, 1852. So this is our Louis Braille. Okay, then here our alphabets A B C D E F G H I J K A to Z alphabets ആണ്. എനെ സൂചിപ്പിക്കുന്നത് ഒരു ഡോട്ടാണ്. അതുപോലെ ബി 2 dots, C D E F G H I J K like to A to Z letters alphabets given. റേസ്ഡ് ഡോട്ട്സ് എല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു തരം ഡോട്ട്സ്. ഇതിൽ നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് പോയിന്റ് പോലെയാണ് തോന്നുന്നത്. ബട്ട് അത് അവരുടെ ബുക്സിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് അത് നമ്മൾ കണ്ടു, നേരത്തെ പിക്ചർ കണ്ടു, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സൈസ് റേസ്ഡ് ഡോട്ട്സ് ആയിരിക്കാം. അതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്പേസിന് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സിമ്പിൾസ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്, സ്പേസ്, ബാർ, പ്ലസ് ലൈക്ക് ഡെസിമൽ, numbers, and numbers also given 1 2 3 4 like numbers also how we write in Braille script, so that also given. And next some words, so, not, have, go, but, like, you, will, how we write in Braille script, that also given. Okay, then our chapter also finished, students. I hope all of you understood today's class and sharing our feelings. Chapter 13 textbooks finish and do your works. Textbook some questions for you, so all of you do that works very neatly, and if you have any doubt you can ask me. Okay, let us wind up. Thank you.